ആഷിഖിന്റെ കേസാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു രീതിയിലും ലൈക് സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്, അതിന് കാശ് ചെലവാക്കണം, ആർട്ടാണ് ആഷിഖിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്, ആഷിഖിന് അതിനോടുള്ള ഒരു കണക്ഷൻ വളരെ ഡീപ്പായിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് തെങ്ങറാൻ പറ്റുമോ കൂടുതൽ മെയിൻലി ചോദിക്കുന്ന സാധനം പെണ്ണുങ്ങൾക്ക് എന്താ തെങ്ങറാൻ പറ്റുമോ, പ്രൂവ് ചെയ്തിട്ടെന്ന് പറയാം. പക്ഷെ തെങ്ങറാൻ പറ്റും, അല്ലെങ്കിൽ തെങ്ങേറും ചെയ്തു. രാജ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സിനിമകൾ ചെയ്യുന്നത് ജൂറിക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടല്ല, പ്രേക്ഷകരെ ഇഷ്ടം പിടിച്ചു പറ്റാന്നുള്ളത്. നമ്മൾ മറ്റേ കുഴിയിൽ അങ്ങനെയല്ല. We should all be happy. നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണം. ഒരു അമ്മയ്ക്ക് ഇപ്പോഴാണ് അമ്മ വന്നേ എന്നുള്ളത് നല്ലൊരു അടിപൊളി ചേച്ചിനെ കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക്. അമ്മയായിട്ടില്ല. പ്രിയാമണിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പരുത്തിവീരൻ കാണുന്നത്. പക്ഷെ എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ വാച്ചിങ് പ്രിയാമണി ആൻഡ് ഐ ആം ലൈക്ക് എന്റെ അമ്മ ഇവർക്ക് 2 അവാർഡ് കൂടെ കൊടുക്കുന്നത്. ഐ മീൻ ഇനി മുതൽ ആർട്ടിസ്റ്റുകൾ പറയുന്ന സമയത്ത് ഈ 2 പേരുടെ ഒരു പേരോട് വരും, റീമ കല്ലിങ്ങലിനായിരിക്കും. അവാർഡ്സ് കിട്ടുന്നതിന് മുമ്പ് നമ്മള് ഷൂട്ടിംഗ് ടൈമില് നമ്മൾക്ക് ഉറപ്പായിരുന്നു റിവീൽ ചെയ്യാനുള്ള സമയമാണ് ഉള്ളിൽ ഞാൻ മറ്റേത് ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറയും. ആ ആർക്ക് സംഭവിക്കുന്നത് ശരിക്കും ഡെയിൻ. സ്വാഗതം ചെയ്യാണ് ഡെയിൻ, റീമ ആൻഡ് സലീം. നമസ്കാരം. ഒരു പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ആ സിനിമ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തണം, പ്രേക്ഷകരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ കയ്യടികളും വിജയങ്ങളും നേടിക്കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ജൂറിയിലോട്ട് എത്തുക അല്ലെ. പലപ്പോഴും ഫെസ്റ്റിവൽ ചിത്രങ്ങളോട്ട് പോകുമ്പോഴായിരിക്കും ഇത് നേരെ വിപരീതമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആർട്ടിസ്റ്റ് നിലയിൽ, എങ്ങനെ നോക്കിക്കാണാം? ഇതിപ്പോ ഈ പറയുന്ന പോലെ 5 ഫിലിം അവാർഡ് കിട്ടിയപ്പോ സമയത്ത് ഞാൻ തന്നെ ഇതേത് പടം ഞാൻ കുറെ കാലം അഭിനയിച്ചിട്ടെന്നുള്ളൊരു മൂഡായിരുന്നു. ഈവൻ പാരന്റ്സ് വിളിച്ചിട്ടും അതന്നെയാ ചോദിച്ചത്, ബിക്കോസ് ഇറ്റ് ഹാഡ് നോട്ട് റിലീസ്ഡ്. ഇപ്പോഴും നമ്മൾ റിലീസിൻ്റെ ഇതിൽ നിൽക്കുകയാണല്ലോ. പക്ഷേ എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം ഒരു മൂവി ചെയ്ത് അതിൻ്റെ വാലിഡേഷൻ എന്ന് പറയുന്നത് പേഴ്സണലി എനിക്കതൊരു വലിയ ഹൈ ആണ്. അത് എനിക്ക് തോന്നുന്നു ആസ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും അതില്ലാതെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് വെറുതെയാന്ന് തോന്നുന്നു. അത് വളരെ അത്യാവശ്യമാണ്. വി നീഡ് വാലിഡേഷൻ ഫ്രം എൻ ഓഡിയൻസ്, ഫ്രം പീപ്പിൾ അറൗണ്ട് അസ്. എന്തിനാ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഡയറക്ടറെ നമ്മളിങ്ങനെ നോക്കും, എന്തെങ്കിലും പറ, ചിലരൊന്നും പറയില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഇതിഞ്ഞത് ഓക്കെ ആണോ, യു നീഡ് ദാറ്റ് റീഅഷുറൻസ് ആസ് ആർട്ടിസ്റ്റ് എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോ അങ്ങനെ എനിക്കിതൊരു വലിയ ഹൈ ആണ്, വലിയ പ്ലസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഈ പലപ്പോഴും സിനിമകൾ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഹൈപ്പ് സംഭവിക്കുന്ന സമയത്ത് തിയേറ്ററിലോട്ട് എത്തുമ്പോൾ ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകളുടെ ഈ ആസ്വാദനത്തെ ബാധിക്കുന്നത് പറയാറുണ്ട്. ഇവിടെ നേരെ തിരിച്ച് ഇത്രത്തോളം അവാർഡ് കിട്ടിയ ഒരു ചിത്രം എന്ന് വരുമ്പോൾ കൂടുതൽ സിനിമയേക്കാൾ ഉപരി ആർട്ടിസ്റ്റുകൾ പെർഫോമൻസിലോട്ടാവും ആളുകളുടെ കണ്ണ് കൂടുതലായിട്ടും. ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണോ? ആക്ച്വലി ഇവർക്ക് എല്ലാവരുടെയും നല്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രശ്നം ഇതുവരെ ഇല്ല. ഇപ്പൊ ഞാൻ ശരിക്കും ഞാൻ സാധാരണ ഒരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പരുത്തിവീരൻ പ്രിയാമണിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പരുത്തിവീരൻ കാണുന്നത്. പക്ഷെ എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ വാച്ചിങ് പ്രിയാമണി ആൻഡ് ഐ ആം ലൈക്ക് എന്റെ അമ്മ ഇവർക്ക് 2 അവാർഡ് കൂടെ കൊടുക്കുന്നത്. ഐ മീൻ അപ്പൊ അതും സംഭവിക്കാലോ, ലൈക്ക് when it lives up to your expectation, then it hits another mark. ഇപ്പൊ അപർണ ബാലമുരളിയുടെ ഞാൻ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ സൂര്യപോട്ടർ കാണുന്നത്. ഐ വാസ് ലൈക്ക് എനിക്ക് ബിക്കോസ് മഹേഷിന്റെ സമയം തൊട്ട് എനിക്ക് അപർണനെ അറിയുന്നതുകൊണ്ട് സൂര്യപോട്ടറിൽ അവളുടെ ബോഡി ലാംഗ്വേജ്, നോട്ടും സംസാരം, ഡയലോഗ് ഡെലിവറി, ലൈക്ക് ഫോർ എ സെക്കൻഡ് യു ആർ നോട്ട് ലുക്കിംഗ് അറ്റ് സൂര്യ, യു ആർ കംപ്ലീറ്റ്ലി ലുക്കിംഗ് അറ്റ് ഹെർ ഇൻ എ സീൻ. അത്രയും സോ അത് രസമാണല്ലോ. ലൈക്ക് ഇഫ് യു മാച്ച് ദെയർ എക്സ്പെക്ടേഷൻ then it's like wow. ഇപ്പൊ ഈ പറഞ്ഞ പേരിൽ 2 പേരുകളാണ്. ഇനി മുതൽ ആർട്ടിസ്റ്റുകൾ പറയുന്ന സമയത്ത് ഈ 2 പേരുടെ ഒരു പേരോട് വരും, റീമ കല്ലിങ്ങലിനായിരിക്കും. ഈ ചോദ്യം പിൻവലിച്ച ഡെയിനോട് ആനോട് ചോദിക്കാൻ തോന്നുന്നു, പറയേണ്ടത് അല്ലേ? ആക്ച്വലി നമുക്ക് ഈ അവാർഡ്സ് കിട്ടുന്നതിന് മുമ്പ് നമ്മള്
ഷൂട്ടിംഗ് ടൈമില് നമ്മൾക്ക് ഉറപ്പായിരുന്നു പറയൂ ഡെയിൻ റിവീൽ ചെയ്യാനുള്ള സമയമാണ് ഉള്ളിൽ അടക്കിയുള്ള സമയം കഴിഞ്ഞിട്ട് ഞാൻ മറ്റേത് ചന്ദ്രധാരയാണല്ലേ ക്യാരക്ടർ വൈസ് ചേച്ചി ചുമ്മാ വെറുതെ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നതിനേക്കാളും ഉപരി ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ അത്രത്തോളം അതില് കുറച്ച് വർക്ക് ചെയ്യണമായിരുന്നു, പണിയെടുക്കണായിരുന്നു, നല്ലപോലെ പണിയെടുക്കണായിരുന്നു. അപ്പൊ പണി ലിറ്ററലി നമ്മൾ കണ്ടോണ്ടിരിക്കുക പണിയെടുക്കുന്നത്. പക്ഷെ എനിക്ക് ആ മൊമെന്റിലാണ് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുക. ഒരു കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും പ്രേക്ഷക നിലയിലും എന്തുകൊണ്ട് തിയേറ്ററിൽ അതിലൊരു അല്ലെ റീമേക്ക് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്തു നമ്മൾക്കൊക്കെ ചേച്ചി പടത്തിലുള്ളത് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അത് പെർഫോമൻസ് ലൈവായിട്ട് കാണുമ്പോ പിന്നെ നമുക്ക് ഓക്കെ ഇതെന്തായാലും അവാർഡ് തൂക്കാനുള്ള പരിപാടി. അതല്ല ഡെയിൻ അത് കഴിഞ്ഞിട്ട് എന്റെ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുത്തെ ഗോൾ അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. 2 അവാർഡ് കിട്ടുന്നതായിരുന്നു. പക്ഷെ ശരിക്കും ഞാൻ ഫൈനൽ കട്ട് ഇപ്പൊ അടുത്താ കണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതില് ഏറ്റവും ഉഗ്രൻ റോൾ ഇവന്റാ. ആദ്യം തൊട്ട് അവസാനമാവുമ്പോൾ വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ഇൻ ഹിം, അതായിരിക്കും ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്. ആ ആർക്ക് സംഭവിക്കുന്നത് ശരിക്കും ഡെയിനാണ്. ബാലൻസ്ഡ് ആയി എനിക്ക് തോന്നുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബെസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു വേണമെങ്കിൽ പറയാം അല്ലെ. കുറെ കാര്യങ്ങൾ അതെ, നമ്മളൊരു ആസ് എൻ ആക്ടർ നമുക്ക് എപ്പോഴും അതാണല്ലോ നമ്മളെല്ലാന്ന് തോന്നുന്നു, ഈ ക്യാരക്ടർ തോന്നുന്നു, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. സലീം ഭായി ഇവിടെ ഒന്നല്ല, അതെ ഇത് ആക്ച്വലി സൈൻചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേളി ഹെയർ ഉള്ള നായകന്മാരെ കുറച്ച് പ്രയോറിറ്റി ഉണ്ടെന്നുള്ളത് അല്ലേ. കുറച്ച് ഇതില് അല്ല ശരിക്കും രണ്ടുപേരും എന്നുള്ള രീതിയിലേക്ക് അല്ലേ. എന്തുകൊണ്ട് ഈ സലീം ഭായ് അത് ചോദിച്ചോ, ചുമ്മാട്ടതാണോ അതോ അങ്ങനെ ഒരു എന്റെ ഏതൊരു ഫ്രണ്ട് ഇങ്ങനെ എന്തോ പേരിട്ടു, അപ്പൊ ഞാനത് കോപ്പി അടിച്ചു. ഇനിയിപ്പൊ മാറ്റാനും പറ്റില്ല, അതൊക്കെ വീണുപോയി. ഡയറക്ടർക്ക് അത് മാക്സിമം ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ അതിനെ മേക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും അല്ലെ ഫിലിം മേക്കർ എന്ന രീതി ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ പ്രൊഡ്യൂസർ ചിന്തിക്കുക ഇത് നല്ലപോലെ ആവും വേണം, അധികം തന്നെ പൈസ ചെലവാവാതെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് രണ്ടുപേരും ഒരാളാവുമ്പോഴുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും എന്താണ് വളരെ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോ OPM ആഷിഖിന്റെ കേസാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു രീതിയിലും ഒരു ലൈക് സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്, അതിന് കാശ് ചെലവാക്കണം എന്നുള്ളൊരു ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ തോന്നുന്നു. അത്ര വേണ്ട തോന്നുന്നു. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് ഹിസ് പ്രൊഡക്ഷൻ ഹൗസ്, റൈറ്റ്? സോ ഹിസ് വിഷൻ ഹാസ് ഓൾവേസ് ബിൻ, എനിക്ക് മനസ്സിലായിട്ടത് ഫ്രം വാട്ട് ഐ വാച്ച്ഡ് ഇസ് ദാറ്റ് നല്ല സന്തോഷത്തോടുകൂടി ലൈക്ക് നല്ല ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങനെ സിനിമ എടുക്കണം എന്നാണ്. Like, and he's very fascinated and very passionate about cinema because ഒരു മഹാരാജാസിൽ നിന്ന് ഒരു 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 ചെയർപേഴ്സൺ ഒരു പൊളിറ്റിക്കൽ സ്പേസിൽ ഒക്കെ നിൽക്കുന്ന ഒരാള് ആർട്ടാണ് ആഷിഖിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്, ആഷിഖിന് അതിനോടുള്ള ഒരു കണക്ഷൻ വളരെ ഡീപ്പായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഹി വാണ്ട്സ് ടു ഗിവ് ബാക്ക് ടു സിനിമ. അങ്ങനെ തന്നെ, അതുപോലെ തന്നെ. എനിക്ക് തോന്നുന്നു നേരത്തെ ഡേൻഡേസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി മിനി സ്ക്രീനിൽ നല്ലപോലെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 2 വശങ്ങൾ സംസാരിക്കും. ഒരു പക്ഷേ മിനി സ്ക്രീനിൽ കണ്ട് ഒരു പക്ഷേ ബിഗ് സ്ക്രീനോട്ടുള്ള സ്വീകാര്യത ഒരു പക്ഷെ എത്രത്തോളം എളുപ്പമാവോ എന്നുള്ളൊരു സംശയത്തിന് ചോദിച്ചെന്ന് ഇപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കായിട്ട് നായകനിൽ കണ്ട് കൊള്ളാലോ എന്ന് തോന്നിയ അത്രത്തോളം അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ്സ് നമുക്ക് കാണിക്കാൻ കിട്ടുന്ന ഒരു വേദി തന്നെയായിരുന്നു. സിനിമയിലോട്ട് വരുമ്പോൾ അത് എത്രത്തോളം പ്രകടമാണ്. അത് റിയാലിറ്റി ഷോ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണോ? ഇറ്റ് ഹെൽപ്സ്. ലൈക്ക് എനിക്ക് അത് ഹെൽപ്ഫുള്ളേ ആയിട്ടുള്ളൂ. ഇപ്പോഴും പീപ്പിൾ കമന്റ് പറയും ഇങ്ങനെ ഇതില് നായകനെ എന്നെ അറിയാവുന്നതാണ് ഇപ്പോഴും ആൾക്കാർ. അതിന് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് എനിവേ യു ഷോ യുവർ പെർഫോമൻസ് ഇറ്റ് വിൽ ഓൺലി ഹെൽപ്പ് യു. അല്ലാതെ അവിടെ ടൈപ്പ് കാസ്റ്റ് ആയി പോവാ ഇവിടെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും അവിടെ നമ്മൾ റീലിൽ നമ്മളൊരു പെർഫോമൻസ് ഇട്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ
അത്രയും നല്ലതാണെന്ന് ഇറ്റ് വിൽ ഓൺലി ഹെൽപ്പ് യു. ഹൗ മച്ച് അവർ പെർഫോമൻസ് എവിടൊക്കെ ഇടാൻ പറ്റുമോ അവിടൊക്കെ ഇടുക, ഇവിടെ ആണെങ്കിലും. മുൻപൊക്കെ ഇപ്പൊ ഈ സ്ത്രീ പുരുഷൻ താരതമ്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് കമന്റ്സ് സെക്ഷനിൽ വരുന്ന മെയിൻ സംഭവം പെണ്ണുങ്ങൾക്ക് തെങ്ങറാൻ പറ്റുമോ എന്നുള്ള കൂടുതൽ വരുന്നത് സ്റ്റിക്കർ ഇടും. മെയിൻലി ചോദിക്കുന്ന സാധനം പെണ്ണുങ്ങൾക്ക് എന്താ തെങ്ങറാൻ പറ്റുമോ, പ്രൂവ് ചെയ്തെന്ന് പറയാം. പക്ഷെ തെങ്ങറാൻ പറ്റും, അല്ലെങ്കിൽ തെങ്ങ് കയറും ചെയ്തു. എനിക്ക് തോന്നുന്നു സെറ്റിലെ ഏറ്റവും എന്താ പറയാ ഡ്രോൺ വ്യൂ കിട്ടിയത് ഡ്രീം കല്ലുകളിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ അല്ലാതെ ഞാൻ എന്തായാലും തെങ്ങേറാൻ പോകുന്നില്ല. ഇത് നോക്കുമ്പോ ഇത് എന്റെ അടുത്ത് ആദ്യം തന്നെ ഫസ്റ്റ് ഇതാണ് പറഞ്ഞത്, എന്റെ അടുത്ത് തെങ്ങ് കയറേണ്ടി വരും. അപ്പൊ ഞാൻ അത് കൊള്ളാലോ, എന്നാ പിന്നെ ഇത് പിടിച്ചിട്ട് കഥ ഇഷ്ടപ്പെട്ടേക്കാൾ പുള്ളി ഇറങ്ങും. പക്ഷെ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, തെങ്ങ് ഷൂട്ടിങ്ങിന്റെ അവിടെ എത്തിയപ്പോഴേക്ക് പിന്നെ പ്ലാവായി മാവായി. പിന്നെ മറ്റേ സ്ഥലം നോക്കിയാ അന്ന് അതില് കയറി. പിന്നെ എനിക്കത് ആ സ്ഥലവും അങ്ങനെയാണ് ഒരു ഐലൻഡ് അല്ല, തുരുത്ത് പോയി. ഞാൻ തുടക്കത്തില് പറഞ്ഞിരിക്കുന്നത് കാരണം നോർമലി ഈ സീറ്റിലിരുന്ന് കുറെ ഫിലിം പ്രൊമോഷൻ നോർമലി എനിക്ക് ഒരു സന്തോഷം ഒരു സിനിമ പ്രേമി നിലയില് ഒരു അവാർഡ് വിന്നിംഗ് ഫിലിമിനേക്കാൾ ഉപരിയായിട്ട് എന്നെ കുറെ കൂടി സന്തോഷമാക്കുന്നത് ആ സിനിമയുടെ ഭാഗമാവാൻ ചെറുതായെങ്കിലും പറ്റി എന്നുള്ളതിന് സന്തോഷം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയുമ്പോൾ കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റും. ആ തുരുത്തിൽ ഉണ്ടായിരുന്നോണ്ട് ഞാൻ എനിക്കൊരു ദിവസം വന്ന് പോകേണ്ട പരിപാടി മാത്രമായിരുന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, അവിടുത്തെ ആളുകളെ പോലെ നിൽക്കുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതാ ഞാൻ പെട്ടെന്ന് മാറി മാറി കയറാൻ പറയുമ്പോൾ എനിക്ക് തോന്നി ഇല്ല ആക്ച്വലി അടിപൊളിയായിരുന്നു. ബിക്കോസ് ഈ നമ്മളിപ്പോ സ്റ്റുഡിയോ കൾച്ചറിലൊക്കെ എങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ ആരും നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ഉള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ക്രൗഡ് കൺട്രോൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇവിടെ തുരുത്തില് ആരുമില്ല, ഞങ്ങളുടെ ഒരു തുരുത്ത്, ഞങ്ങൾ സ്വന്തമായിട്ട് അവിടെ അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ നമ്മളാണല്ലോ വരുന്നത്. നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയാണ് അവരുടെ അടുത്ത് ഡ്രസ്സ് എന്ന് പറയിക്കോട്ടെ, ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടെ ഇവിടെ ഇരുന്ന് നമ്മൾ അങ്ങടായിരുന്നു അപ്രോച്ച് ചെയ്യുന്നത്. ഈ പലപ്പോഴും ഈ സെറ്റിലെ ലൊക്കേഷൻ ഓർമ്മകൾ എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും കണക്ട് ചെയ്യാറുണ്ടായിരിക്കും. ഇപ്പൊ ഗുരുവായൂർ നടയിൽ തന്നെ സെറ്റ് ഇട്ടത് വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ വന്ന് അമ്പലം കണ്ട് തൊഴുതു പോയിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ സെറ്റിലെ കാവായി സെറ്റ് ഇട്ടോടത്ത് പാമ്പ് വരെ വന്നു. അല്ല പക്ഷെ ആ കാവ് അവിടെ ശരിക്കും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, കാവ് സെറ്റ് ഇട്ടതാണ്, കാവ് സെറ്റ് ഇട്ട. പക്ഷെ ആ വലിയ ആൽമരം. ഈ അടുത്ത് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സിനിമകൾ ചെയ്യുന്നത് ജൂറിക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടല്ല, പ്രേക്ഷകർ ഇഷ്ടം പിടിച്ചു പറ്റാന്നുള്ളത്. മുമ്പിലിരിക്കുന്ന ഒരു അവാർഡ് വിന്നർ ആണെന്നുള്ള രീതിയിലാണ് 48ാമത് അല്ലെ ഫിലിം ക്രിട്ടിക്സ്. ഇരട്ടത്താപ്പാണ് ശരിക്കും. ഫിലിം ക്രിട്ടിക്സ് കഴിഞ്ഞ് നിൽക്കുന്നു, ക്യാൻസൽ എത്തി നിൽക്കുന്നു അതിന്റെ ട്രെയിലർ. അപ്പൊ ശരിക്കും എങ്ങനെ എത്തരത്തിൽ കാണാനാണ് കുറെ കൂടി താല്പര്യം? ജൂറിയുടെ വിജയത്തിൽ വിശ്വാസമുണ്ടോ അതോ പ്രേക്ഷകന്റെ ആസ്വാദനത്തിലാണോ? പ്രേക്ഷകരിലേക്ക് എത്തണം സിനിമ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്നാലേ ആ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ക്രിയേഷൻ എന്നുള്ള സൈക്കിൾ അല്ല, നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിന്റെ ഒരു സൈക്കിളും കൂടി ഉണ്ടല്ലോ ഇതില്. ബിക്കോസ് നമ്മളെല്ലാരും ഇതിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. വിജയം എന്നുള്ള സംഭവം അതില്ല എന്ന് പറയുന്നത് ഭയങ്കര ബാലിഷ്യമാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ അങ്ങനെയല്ല. It is important that we recover whatever we have invested. അതിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നതും അത് മനുഷ്യര് കലയിലൂടെ ജീവിച്ച് എന്താ പറയാ പ്രോസ്പെറസ് ആവുന്നത് ആ സ്പേസിൽ തന്നെ ഉണ്ടാവണം കല. it shouldn't be like എല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ മറ്റേ കുഴിയിൽ. അങ്ങനെയല്ല. we should all be happy. നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണം ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റണം, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിക്കാനൊക്കെ അതിനുള്ള സ്പേസും അതൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവരിഷ്ടം എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു കൂടി ഡെഫിനറ്റ്ലി. പുതിയ വനിതാ നേതൃത്വം അമ്മ എന്ത് ഫീൽ ചെയ്യുന്നത്? ഐ എം വെരി വെരി എക്സൈറ്റഡ്. ഈ പുതിയത് എന്നുള്ളത് എന്നും എനിക്ക് ഒരു അമ്മയ്ക്ക് ഇപ്പോഴാണ് അമ്മ വന്നേ നല്ലൊരു അടിപൊളി ചേച്ചിനെ കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക്. അമ്മയായിട്ടില്ല. പക്ഷെ പുതിയത് എന്നുള്ളത് തന്നെയാണ് എനിക്ക്. അതായത് ഇത്രയും കാലമായിട്ട് ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നു, അതിൽ ആദ്യമായിട്ട് ഒരു വനിതാ നേതൃത്വം വരുന്നു എന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു ചേഞ്ച് നടക്കുന്നതിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് കുറേം കൂടി ഈ വിട്ടുനിൽക്കൽ ഇനി
കൂട്ടുയോജിക്കലിന് കാരണമാവോ? അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒരു മാറ്റമാണ്. ഐ മീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് ഇപ്പൊ ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല ശരിക്കും. പക്ഷെ സാന്നിധ്യം പക്ഷെ ഒരു വിഷയമാണല്ലോ, മാറ്റർ ആണല്ലോ. കാരണം അത്രത്തോളം ഉണ്ടായി, ഒപ്പം തിരികെ ഉണ്ടാവുക, ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എല്ലാവരും ഉണ്ടാവുക, ഒരു കുടുംബമാവാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ശരിക്കും അത്തരത്തിൽ ഒരു ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രതീക്ഷിക്കാമോ ഒരുമിച്ച്? And we are always open to communication. I think we should communicate, we should give and take, and we should figure out, we should find middle grounds. സൊല്യൂഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല സത്യം പറയാം. ഇത് വേറെ ഇത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോ പറഞ്ഞതും അതിനോടനുബന്ധിച്ച് എങ്ങനെ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. ഒരിക്കലും ഫ്രിക്ഷൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ, ഒരിക്കലും. നമ്മൾ ഇതല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് വെറുതെ എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് പെർഫോം ചെയ്താൽ മതി. എനിക്ക് സ്റ്റേജിൽ ഞാൻ അവിടെയാണ് ഞാൻ ഹാപ്പിയസ്റ്റ്. ഡെഫിനറ്റ്ലി ഇവിടെയല്ല ഞാൻ ഹാപ്പി. പക്ഷെ നമ്മളവിടെ നിൽക്കേണ്ട വരുന്നത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് മറ്റൊന്നായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ വളരെ ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് തിരുത്താൻ ഒരു ആള് എല്ലാവർക്കും പറ്റും. പക്ഷെ നമുക്കൊരു ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ വാല്യൂ അനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ തിരുത്തപ്പെടാൻ പറ്റാറുണ്ട്. നമുക്ക് അതിനുള്ള അവന്യൂസ് ഉണ്ട്. ആസ് എ സെലിബ്രിറ്റി, ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഇപ്പൊ ഞാനിരുന്ന് തിരുത്തുവാണല്ലോ, നമ്മൾ പറയുന്നത് ഇതാണ്. എനിക്ക് വീണ്ടും ആ പ്രിവിലേജ് എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ധൈര്യവും. ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഈ കേരളം ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടത് അവസരങ്ങൾ ചിലപ്പോൾ മീഡിയയോട് ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ കേരളം മറന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളത്. എവിടെ ഞാൻ പബ്ലിക് ആയിട്ടുള്ള സോഷ്യൽ ഇവന്റ്സിനൊക്കെ പോകുമ്പോഴും അവര് മറന്നിട്ടില്ല എന്ന് അവരെന്നും എന്നെ കൈപിടിച്ച് സംസാരിച്ച് എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോ ആ പ്രിവിലേജ് എനിക്കുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ളത് 15 years ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആൻഡ് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ what I did I will keep doing, but I also want to work. I also want to be seen as an artist along with being an activist. അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളത്. ഫൈനലി October 16th എത്തുകയാണ് തിയേറ്ററിൽ. ഇതുവരെ നമ്മൾ സിനിമകളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നാ ചോദിക്കാറ്. അപ്പൊ ഇത് മാറ്റി തിയേറ്ററിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ അവാർഡിന്റെ തിളക്കത്തോടൊപ്പം തന്നെ എല്ലാറ്റിനുപരി അല്ലെ പ്രേക്ഷകന്റെ കൈയടിയിൽ തന്നെയാണ് അതിന്റെ സംതൃപ്തി പൂർണ്ണമായിട്ട് നിലനിൽക്കുക. അപ്പൊ അത് 16-ന് നിങ്ങൾക്ക് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു റോഹൻ.